ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് താനാണെന്ന അവകാശവാദം ഇസ്രായേലിലും ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന നൊബേൽ പുരസ്കാരം നഷ്ടപ്പെട്ടിട്ടും ലോക സമാധാനത്തിന്റെ ദൂതൻ താനാണെന്ന അവകാശവാദം ട്രംപ് അവസാനിപ്പിക്കുന്ന മട്ടില്ല. ഗസ സമാധാന കരാറിനെ കുറിച്ച് ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ പാലങ്ങൾ പണിയും. ഇസ്രായേൽ ഹമാസ് യുദ്ധം താൻ പരിഹരിച്ച മറ്റൊരു യുദ്ധമാണ്. തെല്ലവീവിനെ ദുബൈയിലേക്കും ഹൈഫയെ ബെയ്റൂട്ടിലേക്കും ഇസ്രായേലിനെ ഈജിപ്തിലേക്കും സൗദി അറേബ്യയെ ഖത്തറിലേക്കും ഇന്ത്യയെ പാകിസ്ഥാനിലേക്കും തുർക്കിയെ ജോർദാനിലേക്കും UAE ഒമാനിലേക്കും അർമേനിയയെ അസർബൈജാനിലേക്കും ബന്ധിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ആക്രമണത്തിന് വെടിനിർത്തലിൽ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് നേരത്തെയും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ രാത്രി നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര കരാർ ഭീഷണി ഉയർത്തിയെന്നും തീരുവകൾ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയെന്നുമാണ് ട്രംപ് പറഞ്ഞത്. പിന്നാലെ ട്രംപിന്റെ വാദം ഇന്ത്യയിലെ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു. പാർലമെന്റിൽ വിഷയം ചർച്ചയ്ക്കെത്തുകയും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു രാജ്യം ഇടപെട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇസ്രായേൽ എംപിമാർ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചത്. മുദ്രാവാക്യങ്ങൾ ഉയർന്നതോടെ ഏതാനും നിമിഷങ്ങൾ ട്രംപിന് പ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നു. പാർലമെന്റ് അംഗങ്ങളായ ഒഫർ കസിഫ്, ഐമാൻ ഒഡെ എന്നിവരാണ് പ്രതിഷേധിച്ചത്. ഫലസ്തീൻ അംഗീകരിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുമായാണ് ഇവരെത്തിയത്. തിങ്കളാഴ്ച ഇസ്രായേൽ ഹമാസ് സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടമായ ബന്ദി കൈമാറ്റത്തിന് പിന്നാലെ ഇസ്രായേൽ പാർലമെന്റായ സെറ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്ന ട്രംപ് പ്രസംഗം തുടരുന്നതിനിടെ പ്രതിഷേധിച്ച ഒഫർ കസിഫിനെ സുരക്ഷാ വിഭാഗം വളഞ്ഞു നീക്കി. ഇതിന് പിന്നാലെ ഫലസ്തീൻ അംഗീകരിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുമായി എത്തിയ ഒഡയെയും ബലം പ്രയോഗിച്ച് സുരക്ഷാ സേന നീക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപ് പാർലമെന്റിലെത്തിയത്. ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസമാണ് ഇതെന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ട്രംപ് പറഞ്ഞു. ഇത് യുദ്ധത്തിന്റെ മാത്രം അവസാനമല്ല, മരണവും ഭീകരവാദവും ഇവിടെ അവസാനിച്ച് പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും കാലഘട്ടത്തിന്റെ തുടക്കമാണെന്നും ട്രംപ് പറഞ്ഞു. നെതന്യാഹുവിന്റെ ധീരതയെയും ട്രംപ് അകമഴിഞ്ഞ് പുകഴ്ത്തി.